ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പേര് പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുള്ളിയാണ്. 1 കപ്പ് ചെറുള്ളി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തുവരപ്പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 1 തക്കാളി നീളത്തിലരിഞ്ഞതും, 2 പച്ചമുളക്, കടുക് താളിക്കാൻ വേണ്ട സാധനങ്ങൾ, പിന്നെ ഇച്ചിരി വാളംപുളി എടുത്തിട്ടുണ്ട്. പുളി പോരെങ്കിൽ നമുക്കെടുക്കാം. പിന്നെ സാമ്പാർ പൊടി, മല്ലിയില, ഇത്രയുമാണ്. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. അത് അരിയൊന്നും വേണ്ട, അതുപോലെ തന്നെ ഇട്ടാൽ മതി. പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് വഴറ്റാൻ പോകുന്നത്. ചിലരിത് വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ ചെറുള്ളിയും തക്കാളിയും മാത്രമാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വേറൊരു പാൻ വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കടുക് താളിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന ഉള്ളിയും കറിവേപ്പിലയും വത്തലമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും വത്തലമുളകും ഒക്കെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയാണ് ചേർക്കേണ്ടത്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ സാധനങ്ങളും കൂടെ വറുത്താണ് ഞാൻ പൊടിച്ചത്. എന്നാലും ഇങ്ങനെ ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഉലുവ കൂടെ ചേർത്താണ് ഞാൻ സാമ്പാർ പൊടി തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ ഉലുവയുടെ കാര്യം പറയാതിരുന്നത്. അങ്ങനെ അല്ലാത്തവർ ഉലുവപ്പൊടി ചേർക്കുകയോ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഉലുവ ചേർത്ത് പൊട്ടിക്കുകയോ ചെയ്യണേ. സാമ്പാർ പൊടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ടകൾ ഉണ്ടാവും. ഇനി വേവിച്ച് വെച്ചതിലേക്ക് സാമ്പാർ പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂടെ ഉപ്പും പുളിയും പാകമാണോന്നൂടെ നോക്കുക. ഞാൻ നോക്കിയപ്പം പുളി കുറവായിരുന്നത് കൊണ്ട് എടുത്തു വെച്ചിരുന്ന വാളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉള്ളി സാമ്പാർ ഇപ്പോൾ റെഡിയായി. ഇതുണ്ടാക്കാൻ അധിക സമയമോ ഒരുപാട് പച്ചക്കറികളോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.